ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയത് നിറയെ ആനിമൽസ്, അതായത് മൈസൂരിൽ നമ്മൾ നെക്സ്റ്റ് പോയതെന്ന് പറഞ്ഞാൽ ആനിമൽസിൻ്റെ റിസർവിലായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു ദിവസം. ഞാൻ എൻ്റെ ലൈഫിൽ പിക്ചറിനകത്തും അല്ലെങ്കിൽ എന്താ പറയുക TV-ലും അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു, നിറയെ ആനിമൽസ് ഉണ്ട്. എനിക്കൊന്ന് ഈ ഒട്ടുമിക്ക ഇതുകൊണ്ട് കേട്ടോ. ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ കാണുക. എല്ലാ ആനിമൽസ് അല്ലെന്ന് ഞാൻ അതിനകത്ത് ബേഡ്സിൻ്റെ ഒക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം എല്ലാത്തിനെയും നമുക്ക് എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ലവ് ബേഡ്സ്, തത്ത, ചെറികൾ അതിങ്ങനെയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബാക്കി നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ഏകദേശം ഞങ്ങൾ 2 കിലോമീറ്റർ ഇത് ഫുള്ള് ചുറ്റി കറങ്ങി വരുമ്പം നമുക്കിത് തീരുന്നത്. അപ്പം എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണുക. എല്ലാവരുടെയും സപ്പോർട്ടും കമൻറ്റ് ലൈക്ക് എല്ലാം ഉണ്ടാവണം. അപ്പം താങ്ക് യു. ഇനി വീഡിയോസിൽ പോകാം. അപ്പം ഞാൻ കുറച്ച് ഇതിനകത്ത് വോയിസ് കൊടുത്തതേ ഉള്ളൂ. അപ്പം ഈ ഒരു മൈസൂരിൽ ഞങ്ങൾ 3ാമത് കാണാൻ വന്നത് ഇതാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണെന്ന് മൈസൂർന്നും എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത്ര ആനിമൽസിനെ ഫുള്ളും നല്ല നമ്മൾ പുലിയും ഒക്കെ അടുത്ത് വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ വീഡിയോസ് കാണുക. അപ്പം താങ്ക് യു. സപ്പോർട്ട് ഉണ്ടാകണേ എല്ലാവരുടെയും. അപ്പം താങ്ക് യു. വീഡിയോ കാണാം. ഇങ്ങാണല്ലോ ആയിരിക്കും. അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഇല്ല കേട്ടോ. നോക്ക്, സൗണ്ടൊന്നും കേൾക്കത്തില്ല. നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്നൊന്നും കേട്ടോ. ഫുള്ള് റൗണ്ട് അടിക്കുവാണ്. വാക്കിങ് ചെയ്യുവാന്ന് തോന്നുന്നു. അണ്ണനെ കണ്ടിട്ട് വരും കേട്ടോ. അണ്ണൻ ഓടുന്നു. വയറ് കണ്ട കിടക്കുന്ന കഷ്ടാനും ഒന്നും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇറങ്ങി വരുന്നല്ലേ. കണ്ടോടെ തോണ്ടിറങ്ങിയിരിക്കുന്നു. പുള്ളിമാൻ കിടാവേ ഇല്ല കേട്ടോ. അതിന്റെ കാലും വീട് നടക്കുന്നുണ്ട്. അല്ല, അവിടെ നിന്ന് അതിനെ കാണാം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ലല്ലോ. അതോ നനങ്ങ് ഇതാണ് ഈ മഴവെള്ളമൊക്കെ വേറെത്തില്ലയോ ആ സമയത്ത് വരുന്നതാണ് ഇവിടില്ലേ. അങ്ങനെ ഇനി നമുക്ക് മൈസൂർ പാലസ് പോവാം. 5 മിനിറ്റ് ഉണ്ട്. ഹൈറ്റില്ലേ, ഭയങ്കര ഹൈറ്റ്.